ഈ സുന്ദരി മുത്തശ്ശിയുടെ മുഖം എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും കേട്ടോ. ശാപദോഷം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ലായിരുന്നു മോളെ. ഈ വള നിനക്ക് എവിടുന്നാ? നന്ദ ഇതൊന്ന് നോക്കി. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചിരുന്ന വളയല്ലേ ഇത്? അതെ അമ്മേ, ഇത് നമ്മളന്ന് സമ്മാനമായിട്ടൊരു കുട്ടിക്ക് കൊടുത്തതല്ലേ. പിന്നെ ഇങ്ങനെ ഇത് ഗാധമുള്ള കയ്യിൽ വന്ന്. അത് കാവില് കളം വരയ്ക്കാൻ വന്ന കുട്ടിക്ക് കൊടുത്തതാ. ആ അതെ, മമ്മിക്ക് എപ്പോഴും അപൂർവമായ ആഭരണങ്ങള് ശേഖരിക്കുന്ന ശീലമുണ്ട്. ചിലപ്പോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പെൺകുട്ടി അത് വിട്ടിട്ടുണ്ടെങ്കിലോ? വിറ്റതോ വാങ്ങിച്ചതോ അതൊന്നും കാര്യാക്കണ്ട, അതങ്ങ് തിരികെ എടുത്തു. അത് വേണ്ട. ഇത് എന്തോ ദൈവത്തിന്റെ ഒരു തീരുമാനം പോലെയാ. എങ്ങനെയായാലും അർഹതപ്പെട്ടവരുടെ കൈ തന്നെ അത് കിടക്കുന്നത്. ഗാതമോൾക്ക് ഇത് ചേരും. മുത്തശ്ശി, ഞാനിതങ്ങ് ഊരിത്തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേണ്ട മോളെ. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. ഇറങ്ങാം മോളെ. ആ യെസ് മമ്മി. ശരി, അപ്പൊ ബൈ. ഗാഥ എന്നോട് യാത്ര പോലും ചോദിക്കാതെ. ഇപ്പോ ഗാഥമടം തറവാട്ട് പെണ്ണല്ലേ, അപ്പോ അതിന്റെ ഒരു ഇത് കാണിക്കും. എന്താ സുമിത്രേ, എല്ലാവരോടുമായിട്ട് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു? പറയാമേ. കീർത്തി, ഗാഥമോള് നീയും കൂടി ടെറസിലേക്ക് പോയിട്ട് അവിടെ എന്താ നടന്നത്? അവിടെ നടന്നതും എല്ലാവരും കണ്ടത് തന്നെയല്ലേ? മറ്റുള്ളവർ കണ്ട കാര്യമല്ല, അവിടെ എന്താ യഥാർത്ഥത്തിൽ നടന്നതെന്നാ ചോദിച്ചത്. എന്ത് പറ്റി സുമിത്രേ? ടെറസിലേക്ക് പോയ ഇവരുടെ പിന്നാലെ ഞാനും ഉണ്ടായിരുന്നു. ഗാഥമോള് വീണത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ തൂങ്ങിക്കിടന്ന ഗാഥയുടെ കൈ വിടിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല. ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചതാ. കള്ളം പറയരുത്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്ത് സമാധാനം പറഞ്ഞേനെ? അമ്മേ, ഞാൻ ചോദിക്കാം, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഗാഥയെ ഞാൻ വിളിച്ച് നിന്റെ മുന്നിൽ കൊണ്ടു നിർത്തും. നിർത്ത്. സുമിത്ര ഇങ്ങ് മാറിയേ. നിന്റെ പക അടങ്ങിയിട്ടില്ലല്ലേ? ഒന്നുമില്ലാത്ത സ്നേഹം നടിച്ച് ഗാഥമോളെ മൂലയ്ക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോ സംശയിക്കണമായിരുന്നു. കൊല്ലാൻ തന്നെയായിരുന്നു ഉദ്ദേശം, അല്ലടി? അവള് വയ്യാതിരിക്കല്ലേ? വയ്യാതായിട്ടുണ്ടെങ്കിലേ അത് ദൈവം കൊടുത്ത ശിക്ഷയാ, മനസ്സിലായോ? എന്തൊരു തോന്നിയോസാ കാണിച്ചു കൂട്ടുന്നത്. ഈ വിവരം സീതാരാമൻ അറിഞ്ഞാലേ ഗാഥമടത്ത് പിന്നെ ഈ വീട്ടിലേക്ക് വിടുവോ? ആ പെൺകുട്ടി ഒരു മര്യാദയുള്ളവളായതുകൊണ്ടാ സംഭവിച്ചതൊന്നും ആരോടും പറയാതിരുന്നത്. അച്ഛാ, ഇനി എത്ര കാലം കൂടി ഇവരെങ്ങനെ സഹിക്കണം? എത്ര കാലായി അപകടപ്പെടുത്താനും കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട്? ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? നിർമ്മലേ,
ഇനി ഇക്കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച് നിങ്ങൾ ഈ പടിയിറങ്ങിയേ പറ്റൂ. അയ്യോ ഏട്ടാ, ഇവളുടെ ഭാഗത്ത് നിന്ന് തെറ്റ്, ഒന്ന് ക്ഷമിച്ചൂടെ? നല്ലത് പഠിപ്പിക്കേണ്ട അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല, ഇറങ്ങിയാ മതി. സുമിത്രേ, അവള് കാണിച്ച തെറ്റിന് എല്ലാവരുടെയും കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം. പ്ലീസ് ഞങ്ങളെ ഇറക്കി വിടരുത്. സുമിത്ര ഒന്ന് പറ. നന്ദേട്ടാ, അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഇത് പറഞ്ഞു പറഞ്ഞു മടുത്തു സുമിത്രേ. അച്ഛനും അമ്മയും മോളും കൂടി എപ്പോഴും ഈ നാടകം നടത്തി കൂട്ടുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ഇവളെ കല്യാണം കഴിക്കുന്ന വിചാരിച്ചിട്ടാണെങ്കിലേ അത് വേണ്ട. ഒരു പ്രളയം വന്ന് സർവ്വ സ്ത്രീകളും മരിച്ചൊടുങ്ങി. ബാക്കിയാവുന്നത് ഇവള് മാത്രമാണെങ്കിൽ പോലും എനിക്കിവളെ വേണ്ട. ഞാൻ ഇവളെ തൊടത്തില്ല. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനുമില്ല. നിർമ്മലേ, എനിക്ക് പറയാനുള്ള അവസാന വാക്കാണ് ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. ഇനി എനിക്ക് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുടുംബത്തിലൊരാള് തന്നെ കുടുംബത്തിന്റെ ശാപമാണെന്ന് പറയുന്നതേ അതൊരു വല്ലാത്ത യോഗമാണ് നിർമ്മലേ. ഇനിയെങ്കിലും കുറച്ച് മാനത്തോടെ ജീവിക്കാൻ നോക്ക്. അതെ, നിർമ്മല ഈ വീട്ടിലെ പെണ്ണ. ഞാനാണ് ഒരു അധികാരമില്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നിർമ്മലെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ എനിക്ക് ചില പരിധികളുണ്ട്. എന്റെ അവസ്ഥ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം.